സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ ഇത്തവണ കൂടുതൽ കാലവർഷം ലഭിക്കും. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. മറ്റ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകി. മേഘ്ന മുരളിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. മേഘ്ന, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസത്തെ കാര്യം അറിയാം. റെഡ് അലർട്ട് ഉണ്ടായിരുന്ന ദിവസമായിരുന്നു ഇന്നലെ 6 പേരാണ് ഈ കാലവർഷക്കെടുതികളിൽ മരിച്ചത്. കനത്ത മഴ പലയിടത്തും പെയ്തു. ഇന്നും വടക്കൻ കേരളത്തിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട്. എങ്ങനെയൊക്കെയാണ് മഴ മുന്നറിയിപ്പൊപ്പം ഈ അപകടങ്ങളുടെയൊക്കെ സാഹചര്യത്തിൽ മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് പ്രവിത, ഗോകുൽ. അതിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്ന റെഡ് അലർട്ട് പിൻവലിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലർട്ട്, അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ടാണ് നിലവിൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി നൽകിയിരിക്കുന്നത്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന നിർദ്ദേശം ഈ ഓറഞ്ച് അലർട്ടും റെഡ് അലർട്ടിന് സമാനമായി കണക്കാക്കണമെന്നുള്ളതാണ്. റെഡ് അലർട്ടിന് സമാനമായിട്ടുള്ള മഴ പെയ്യാമെന്നുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. തെക്കൻ ജില്ലകളിൽ ഇപ്പോൾ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുമില്ല. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ല. പക്ഷേ അവിടെയും ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത്തവണ കാലവർഷ മഴ വടക്കൻ കേരളത്തിലായിരിക്കും കൂടുതലും ശക്തി പ്രാപിക്കുക എന്നുള്ള കാര്യം കൂടി അറിയിപ്പായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മാസം 9-ാം തീയതി വരെയാണ് ഇതുപോലെ മഴ ശക്തമാവുക. അതിനുശേഷം കാലവർഷം ദുർബലമാകാനുള്ള ഒരു സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ഇടിമിന്നൽ അപകടകാരികളാണ്, അതും ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. കാലവർഷം എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് പൊടുന്നനെ മഴ പെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖല, തീരദേശ മേഖല, അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിലൊക്കെ താമസിക്കുന്നവർ അതീവ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. യെല്ലോ മുന്നറിയിപ്പാണെങ്കിൽ പോലും അതിനെ ശക്തമായ മഴ പെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് കണക്കാക്കി വേണം ആ ഒരു ജാഗ്രത വേണം എടുക്കാൻ എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുകയും ചെയ്യുന്നത്. ഇന്ന് 7 ജില്ലകൾക്കാണ് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ശരി, മേഘന മുരളിയാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നൽകിയത്. അപ്പോൾ മേഘന പറഞ്ഞതുപോലെ തന്നെ വടക്കൻ ജില്ലകളിലാണ് ഇത്തവണ മഴ ശക്തമാകാനുള്ളൊരു എന്ന സൂചനയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അപ്പോൾ ഇതനുസരിച്ച് ആ മേഖലയിലുള്ളവരൊക്കെ ജാഗ്രത പാലിക്കണം. രാത്രി യാത്ര വീണുമൊക്കെയാണ് അപകടം ഉണ്ടായ, മരം വീണുമൊക്കെ അത്തരത്തിലുള്ള അപകട സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, കൂടുതൽ ശ്രദ്ധ പുലർത്തുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാനാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.